ഹായ് LSG വൈബ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു കാര്യത്തിൻ്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, ഒരു സിനിമയുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമ പിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സിനിമ ആരംഭിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡയറക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താനായിട്ടുള്ള ടൈമായി. ആ ഡയറക്ടർക്ക് പോലും അറിയത്തില്ല അവനാണ് ഡയറക്ടർ എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പേര് ഫൈസൽ എന്നാണ്. അവൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്നു എന്നും എങ്ങനെ നമ്മളുടെ കൂടെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം. ഓഫ് കോഴ്സ് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ റീലൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, മച്ചാനാ നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്ന്. പക്ഷേ ഇതിനൊക്കെ എത്രത്തോളം കഴിവുണ്ടെന്ന് ഒരു മനുഷ്യർ വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഏതായാലും ഞാനിപ്പോൾ സർപ്രൈസ് അങ്ങ് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ മച്ചാനെ വിളിച്ചിട്ടു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എടാ നീ ഫ്രീ ആണോ? നീ ഫ്രീ ആണെങ്കിൽ നിനക്കൊന്ന് എറണാകുളം വരെ വരാമോ? അയ്യോ എന്റെ കയ്യിൽ വണ്ടി തരില്ല. വണ്ടിയില്ല അല്ലേ? എന്നാ കുഴപ്പമില്ല എന്നാ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പറഞ്ഞോ. ഇല്ല കുഴപ്പമില്ലടാ, നീ വണ്ടി കിട്ടണ സമയത്ത് എന്നാ നമ്മള് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞില്ലടാ, ഒരു പടം ഇങ്ങനെ ഓണാക്കാന്നൊക്കെ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? അതൊന്ന് ഓണാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പൊ അതിന്റെ ഒരു കാര്യം ആടാ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്തു. അപ്പൊ നിന്റെ ഐഡിയ കൂടെ അങ്ങനെയാണെങ്കിൽ നീ ബസ് പിടിച്ചു വരൂല്ലേ? എന്നാ പോര് നീ ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി. ശരി വാ പോര്. ഓക്കെടാ ശരി. കാര്യമുണ്ടെങ്കിൽ അറിയാല്ലേ? പിന്നെ കാര്യല്ലേ സുഖം. നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നീ വന്നിട്ടുണ്ടോ? എന്റെ റീൽ എടുത്ത് തരാൻ വേണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടില്ലേ? ഐസ് ബീഫ് സ്ട്രീറ്റ് ഒക്കെ ഇരുന്ന് കട്ടൻ സോടിച്ച് വ്യൂവും കണ്ട് തൊമ്പിന്റെ ഏരിയയിലിരിക്കാനാണ്. എനിക്ക് ഇതിലും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. അല്ല സംഭവം ശരി, നല്ല സെക്കൻഡ് പിടിക്കാൻ. പക്ഷെ നമ്മ വേറെ കാര്യത്തിനല്ലേ ഇവിടെ വന്നു. വേറെ കാര്യത്തിനല്ലേ വിളിച്ചേ. അല്ലെങ്കിൽ നീ ഇവിടെ കെട്ടിയതുകൊണ്ട് വരില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം അറിയാൻ വേണ്ടി. പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. എന്താ പരിപാടി? ഞാൻ ഒന്ന് പറഞ്ഞു പടത്തിന്റെ കാര്യം ഓണാക്കില്ല എന്നുള്ളൊരു പരിപാടിയിലേക്ക് നിൽക്കുക. അവസാനം കൊടുത്തോപ്പിക്കിട്ട് വരരുത്. ചെറിയ രീതിയിൽ ഭയങ്കര രസമായിട്ട് നൈസ് ഗംഭീര ഒരു ഔട്ട് വരണം, അടിപൊളി കഴിക്കണം. എന്ന് വെച്ചാൽ ആര് പടം കണ്ടു കഴിഞ്ഞാലും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം കുറ്റം പറയണവരുടെ കുറ്റം പറയണം. അപ്പൊ എന്താ ചെയ്യണ്ട? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നീ ഇന്നാണെങ്കിൽ ഞാൻ ഇന്നാണ്. അതുകൊണ്ടാണല്ലോ എന്താ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഏതെങ്കിലും സബ്ജക്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ, ബേസിക് ആണ്. ജസ്റ്റ് വെള്ള പേപ്പർ ആയിട്ട് അത് മാറ്റി വെച്ചോ. കുറച്ച് കഴിയുമ്പോൾ വേറെ വലിയ വടം വരെയൊക്കെ വെച്ച് വലിയ സെറ്റപ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയ സെറ്റപ്പിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കപ്പൽ മറിഞ്ഞ് ഇവിടെ സാധനമൊക്കെ വേണം. അത് വേണ്ട. ഭയങ്കര എന്താ പറയാ, ഒരു ചെറിയ ഓർഡിനറി അല്ല, എന്താ ധാന്യമായൊരു സിനിമ. വേണ്ടതെല്ലാം ഇപ്പോഴത്തേക്കുള്ള ഒരു മൈസൂർ പാട്. എൻ്റെ കയ്യിൽ 2-3 സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും എടുക്കുന്നില്ല. ഞാൻ തന്നെ വിളിച്ചു ചേർക്കുന്നതാണ്. എൻ്റെ മെയിനായിട്ടുള്ള സ്ട്രെങ്ത് അറിയുന്നത് എൻ്റെ ആഗ്രഹം. ഞാൻ എന്നിട്ട് ഇന്റർവ്യൂ ഫൈസലിൻ്റെ ഇന്റർവ്യൂ നടന്നിട്ടിരിക്കണേ. എനിക്ക് ഏത് തരത്തിലുള്ള പടം വേണമെന്നൊക്കെ ചോദിച്ചിട്ടിരിക്കണേ. എന്താ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് എന്തെങ്കിലും അതിലൊരു കുറച്ച് നേരമായി അത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അതെനിക്ക് നിർബന്ധം. ഒന്നുമില്ല സ്ക്രിപ്റ്റിൽ എന്നുണ്ടെങ്കിൽ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ ദുഷ്ടാ, നീ തന്നെ കടപ്പെടുത്തി ഇളക്ക് പറഞ്ഞാൽ ഞാൻ എന്തോരണ്ടോന്ന് കഥയൊക്കെ എഴുതിയപ്പോൾ നിനക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ അതെ തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് എലവൻസ് വേണമെന്ന് ഞാൻ വളരെയധികം അതുണ്ട കാരണം എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം പറയുന്നതിൽ വലിയ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇത് ലൈക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസലിനെ കുറിച്ച് നീ വരുന്നതിന് മുമ്പ് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആണോ എന്താണോ ഹൈലി ടാലന്റഡ് ഒരുപാട് കഴിവ് വളരെയധികം കഴിവുള്ള മാന്യര് സൽസ്വഭാവികമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവൻ്റെ കൈകളിൽ നല്ലൊരു സിനിമ ഉണ്ടാവും 100% ഉറപ്പാണ്. ഞാനിങ്ങനെ ഇങ്ങനെ എന്താ പറയുക എൻ്റെ കഴിവിങ്ങനെ ഊറ്റിയെടുത്ത് സെറ്റാക്കാം അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല കഴിവിൻ്റെ ഒരാളോ ഭയങ്കരമായിട്ടും അധ്വാനിക്കുന്നൊരു സെറ്റപ്പാണ്. തട്ടിക്കൂട്ടി ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. നമ്മൾ റീൽ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് റീലും ഈ ഇടയ്ക്ക് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടും തട്ടിക്കൂട്ടുന്ന പരിപാടിയില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമുക്ക് പരിപാടി തുടങ്ങാം. നൈസ് സ്റ്റോറി എൻ്റെ വരവിലുണ്ട്. ഒരു റിയൽ സ്റ്റോറിയാണ്. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ട റിയൽ സ്റ്റോറിയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് സിനിമ ആക്കാനായിട്ടുള്ളൊരു ആഗ്രഹം തോന്നിയത്. ഇതിന് ഒരുപാട് വലിയ ഡയറക്ടേഴ്സിൻ്റെ അതൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ. അവരൊക്കെ വെല്ലുമായിരുന്നു. പിന്നെ വലിയ സ്റ്റാർസിനെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പോയതാണ്. അതൊക്കെ സത്യമാണെന്നോ സത്യം അങ്ങനെയൊക്കെ നിന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അതൊക്കെ സിനിമയല്ല. അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയെങ്കിലും സംഭവിക്കാം. എപ്പോൾ ഒരാഗ്രഹം നമുക്ക് തന്നെ അത് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പണിയോളാം. തീർച്ചയായിട്ടും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. നമ്മൾ എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ അങ്ങനെ പരിപാടികളെ ഒരു എങ്ങനെയില്ല. നീ അടുത്ത ക്യാമറമാൻ ആരാണ്, മേക്കപ്പിനാണ് ആരാണ്, ബാക്കിയുള്ള കോസ്റ്റ്യൂമർ ആരാണ്, കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പം ഈ കുറച്ച് ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളൊരു സൗഹൃദങ്ങളായിട്ട് അപ്പോൾ അതിനുള്ള ദിവസത്തിൽ നമുക്ക് നല്ല നല്ല ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്തത്. എൻ്റെ അടുത്തൊന്നും ഈനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുഴപ്പമില്ല. ഇതെല്ലാം കംപ്ലീറ്റ് നിൻ്റെ ഇഷ്ടത്തിൽ വിട്ടേക്കണം. അതിനൊക്കെ ആരാ ക്യാമറ വെക്കണോ അവർ വെക്കാം, നിനക്ക് ആരെ വെക്കണം എന്ന് വേണമെങ്കിലും ചെയ്തു. എല്ലാം നമ്മുടെ കൂടെ നിൽക്കും. തീർച്ചയായും ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ അറിയാമല്ലോ. ആ പരിപാടികൾ കണ്ടുമ്പോൾ നമ്മുടെ തെറ്റി നടക്കില്ലാതെ മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് കാര്യത്തിലും കൂടെ ഉണ്ടാവും. എവിടെ വെച്ച് പടം നിന്ന് പോയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആളുണ്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് സ്ക്രിപ്റ്റ് നോക്കാം. സ്ക്രിപ്റ്റ് വരെയായിട്ട് നീ അതിൽ ബോധിക്കുമെന്ന് തെറ്റാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യത്തിലൊക്കെയാണ് സാഹചര്യം എന്ത് വെക്കും. നേരത്തെ വന്ന പീസ്റ്റേക്ക് ക്യാൻസർ ആണ്. അതെന്താ അങ്ങനെ വേണ്ടല്ലോ. അല്ല ഞാനതൊരു സുഖത്തിന് പറഞ്ഞത് വേണ്ടോ. വൈകുന്നേരം പീസ്റ്റേക്ക് കഴിഞ്ഞാൽ ഈയിടയ്ക്കൊക്കെ ഒരു കുറേ ആളുകൾ കൊളസ്ട്രോൾ എടുത്തി സത്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ പടത്തിൻ്റെ ഒരു വളർച്ച, അതായത് സിനിമ തുടങ്ങാൻ പോകുമ്പോൾ അതിനൊത്ത ആളുകൾ നോണിലേക്ക് വന്നു ചേരുമല്ലോ. ഇതാണ് നമ്മുടെ ഡയറക്ടർ ഫൈസൽ ജമാലുദ്ദീൻ. അങ്ങനെ തന്നെ. അപ്പോൾ ഇതാണ് ഫൈസൽ ജമാലുദ്ദീൻ ഡയറക്ടറാണ്. ഇനി അടുത്തടുത്ത് ഓരോ വ്യക്തികളായിട്ട് ഓരോ ആളുകളായിട്ട് നമ്മുടെ പടത്തിൻ്റെ നമ്മുടെ ക്രൂ അങ്ങ് വളർന്ന് പന്തലിക്കുമെന്നാണ് പ്രതീക്ഷ. ദൈവാനുഗ്രഹം. സോ ആസ് പ്രോമിസ്ഡ് ഡയറക്ടർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. പടത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് എത്തി. 1-ൽ നിന്നും 2 ഇനി 2-ൽ നിന്നും 4, 8 ഒക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നീ ഇന്നല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇന്ന എന്ത് തന്നെ സംഭവിച്ചാലും ഇതിലിടക്ക് വെച്ച് പലതും സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും ഞാൻ അത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു മനസ്സിലുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. സോ പടം ഇവിടെ ആരംഭിക്കുകയാണ്. പടമല്ല, പടത്തിൻ്റെ റൈറ്റിംഗ് സെക്ഷൻ പെൻഡിങ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനൊരു വിഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്. അത് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ സംരംഭത്തിന് പടത്തിൻ്റെ പേരല്ല, ഈ ഒരു പരിപാടിയുടെ പേര് LSJ Vibes എന്ന് പറഞ്ഞു. കൊള്ളാം. നീ ഒന്ന് വിളിക്കാണോ? അല്ല സീരിയസ് ആയിട്ട് കൊള്ളാം. ആണല്ലേ? അതെ അതെ. അപ്പോൾ LSJ Vibes നമ്മളൊരു വൈബ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അത് എല്ലാ രീതിയിലും. അപ്പോൾ ആ വൈബ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സോ ഇനി അടുത്ത പാർട്ടിൽ നമ്മുടെ കൂടെ കുറച്ച് പേര് കൂടി ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവില്ലേ? തീർച്ചയായും ശരി. സ്റ്റിക്ക്